ഇപ്പോൾ ഷിംജിതയുടെ വിഷയം വൈറലായതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാ പുരുഷന്മാരും പോക്കാണോ, എല്ലാ സ്ത്രീകളും പോക്കാണോ? കാരണം KSRTC ബസ്സിൽ പോകുന്നു, അതല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞ് ആണുങ്ങൾ കമ്പിവേലിക്കകത്ത് നിൽക്കുന്നതും കാർഡ്ബോർഡ് പിടിക്കുന്നതും പോകാൻ പേടിക്കുന്നതുമായിട്ടുള്ള അനേകം റീൽസുകളും ട്രോളുകളും ഒക്കെ കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും മോശക്കാരാണോ? അല്ല, ഒരിക്കലുമല്ല. ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നാരോപിച്ച് ഷിംജിത പ്രചരിപ്പിച്ച വീഡിയോ ആണ് 2 ദിവസം കൊണ്ട് 20-23 ലക്ഷം ആളുകൾ കണ്ടത്. ആ മാനഹാനിയിൽ മനം നൊന്ത് ദീപക് എന്ന യുവാവ് ജീവനൊടുക്കി. പിന്നീടാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. ആ യുവാവ് ആ സ്ത്രീയെ സ്പർശിച്ചിട്ടില്ല. വണ്ടിക്കകത്ത് ബസ്സിനകത്തുള്ള CCTV വിഷ്വൽസ് വരുന്നു. ഒരു തെറ്റും ആ യുവാവ് ചെയ്തിട്ടില്ല. ഈ സംഭവത്തിൽ പ്രതികരണവുമായിട്ട് ഒരു ബിഗ് ബോസ് താരം മസ്താനി രംഗത്ത് വരുന്നുണ്ട്. എല്ലാ സ്ത്രീകളും ഷിംജിതമാരല്ല. അതെ, അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എല്ലാ പുരുഷന്മാരും ഗോവിന്ദച്ചാമിമാരുമല്ല, എല്ലാ സ്ത്രീകളും ഷിംജിതമാരുമല്ല. അപ്പോ സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ഗോവിന്ദച്ചാമിമാരെ പേടിച്ച് കോടാനുകോടി സൗമ്യമാർ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സൗമ്യമാർക്ക് കിട്ടേണ്ടുന്ന നീതി പോലും ഒരൊറ്റ ഷിംജിതയെ കൊണ്ട് അവസാനിക്കുന്നു. സമകാലീന വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല മസ്താനി. എന്നാലും ഈ വിഷയം നമ്മളെ കൂടി നാളെ ബാധിക്കാനിടയുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പറയണം എന്ന് തനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു വീഡിയോ ചെയ്യുന്നത്. ദീപകിന് സംഭവിച്ചത് ഒരിക്കലും ഒരു യുവാവിനും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഷിംജിത ചെയ്തത് ലോകത്തൊരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ്. അപ്പോ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഷിംജിതയെ പിന്തുണയ്ക്കാൻ മതേതര മലയാളിക്കരയിലെ നല്ല വാപ്പയ്ക്കുണ്ടായി, നല്ല ഉമ്മ പ്രസവിച്ച് വളരെ നല്ല അന്തരീക്ഷത്തിൽ വളർന്ന ഒരു മക്കൾക്കും കഴിയില്ല. കാരണം ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി ആദ്യം അവളെ അനുകൂലിച്ച ആളുകൾ പോലും പിന്നീട് അനുകൂലിക്കുന്നില്ല. കാരണം ആ യുവാവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ത്രീകൾക്കെതിരെയുള്ള ധാരാളം ട്രോളുകളും വീഡിയോകളും മീമുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എല്ലാ സ്ത്രീകളും മോശക്കാരാണ് എന്ന രൂപത്തിൽ, ബസ്സിലിരിക്കുന്ന സകലമാന സ്ത്രീകളും തങ്ങൾക്കെതിരെ റീൽസ് ചെയ്യുന്നു എന്ന രൂപത്തിലാണ് ഇന്ന് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ബസ്സിൽ പ്രവേശനമില്ല എന്നും സ്ത്രീകളുടെ കൂടെ യാത്ര ചെയ്യില്ല എന്നും എല്ലാ സ്ത്രീകളും ഷിംജിതമാരാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ കാണുമ്പോൾ നമുക്കും പ്രതികരിക്കേണ്ടി വരുന്നതാണ്. കാരണം നമ്മളെ കാണുമ്പോഴും ഇത് മറ്റൊരു ഷിംജിതയാണ് എന്ന് ചിന്തിക്കുന്നു സമൂഹം. സ്ത്രീകള് ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് ഈ KSRTC മേഖല, ബസ് മേഖല. ഉത്സവ പറമ്പുകളിലായിരുന്നാലും ആണും പെണ്ണും ഇടകലരുന്ന എല്ലാ ഇടങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പീഡനങ്ങള്, ബലാത്കാരങ്ങള്, അതുപോലെ ജീവനൊടുക്കലുകൾ ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് അതിന്റെ പേരിൽ. അപ്പോൾ പുരുഷന്മാരെല്ലാവരും ഗോവിന്ദച്ചാമിമാരെ പോലെ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് അയാളുടെ കൈ തട്ടിയപ്പോൾ നേരെ ചിന്ത ഡൈവേർട്ട് ചെയ്തെന്നും ബലാത്കാരത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചു എന്നും ഗോവിന്ദച്ചാമി പറയുന്നു. എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒന്ന് ടച്ച് ചെയ്താൽ ഉടനെ തന്നെ ഉദ്ധാരണമുണ്ടായി അവരെ പിടിക്കുന്നവരാണ് എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. ഷിംജിതയാണെങ്കിലും ഇനി അതല്ല മറ്റാരെങ്കിലും ആണെങ്കിലും ശരി, ആയിരക്കണക്കിന് ഗോവിന്ദച്ചാമിമാരെ പേടിച്ച് കോടിക്കണക്കിന് സ്ത്രീകൾ ജീവിക്കുന്ന ഈ രാജ്യത്ത്, ഈ കൊച്ചു കേരളക്കരയെ എടുത്താൽ പോലും ഇവിടെ വീടുകൾക്കകത്ത് പോലും സ്ത്രീകൾ ബലാത്കാരത്തിന് ഇരകളാകുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, കലാലയങ്ങളിലാകട്ടെ, അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലാകട്ടെ, കുടുംബത്തിന്റെ ഇടങ്ങളിലാകട്ടെ, എവിടെയെങ്കിലും ഒരു മോശം അനുഭവം ഇല്ലാത്ത സ്ത്രീകളോ പെൺകുട്ടികളോ വിരളമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം.
കുടുംബത്തിൽ തന്നെ ഉണ്ടാകും അങ്ങനെയൊക്കെ കുട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, മോശം ചേഷ്ടകൾ കാണിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ. അങ്ങനെ ആയിരക്കണക്കിന് അനുഭവങ്ങളും പേര് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും ഷിംജിത ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിച്ചിട്ടില്ല. മറ്റേതു വിഷയത്തെക്കാളും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പ്രതികരിച്ചിരിക്കുന്ന വിഷയവും ഷിംജിതയുടെ വിഷയം തന്നെയായിരിക്കും. ഉറപ്പിച്ച് സംഭവം സത്യമാണ്. വടകരയിൽ നിന്ന് തന്നെ പോലീസ് അവളെ പൊക്കിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. ഇതുപോലത്തെ എന്താ പറയാ, ഇവളുടെ കുറച്ച് റീല് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടാ. അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവും ഇവക്ക് എന്തിന്റെ ചൊറിച്ചിലാണെന്ന് കേട്ടാ. ഇവളെ പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഫർദയിലാണ്. എന്തിനാടി നീ അതിട്ടിട്ട് അതിനെ കൂടി നീ പറയിപ്പിച്ചില്ലേ? നിനക്ക് നീ ഇങ്ങനെ ചെയ്തതില് ഒരു ജീവനാണ് പോയത്. ആ ഒരു ജീവന്റെ അവകാശികള് ഇന്നും അവിടെ തേങ്ങിക്കൊണ്ടിരിക്കണേന്ന്. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ജയിലിൽ നല്ല ഇപ്പത്തെ ശമ്പളം വരെ അവിടെ ഉണ്ട്. 16,000 രൂപ നിനക്ക് ശമ്പളം ഉണ്ട്, മാസ ശമ്പളം. നിനക്ക് ഇനി അവിടെ ഇരുന്ന് റീല് ചെയ്യാം സുഖമായിട്ട് ഒരസിക്കൊണ്ടു. ഇവൾക്ക് ആ ഇൻസിഡന്റ് വന്ന സമയത്ത് ഇവള് അതിന്റെ വരുമാനം ചെയ്യണമായിരുന്നു അറിയോ? കാല് ചെരുപ്പില്ലേ, കൊടുക്കേണ്ടതുപോലെ കൊടുക്കണമായിരുന്നു. അതൊന്നും ഇവള് കൊടുക്കാതെ ഇവള് ആ ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ? ഇവള് ചിരിച്ചോണ്ടാണ് അത്. എന്താ പറയാ, ഒന്നും എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ഇത് പോസ്റ്റ് ചെയ്ത് എനിക്ക് എങ്ങനെയൊക്കെ വൈറലാവണം. ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൾ ഇത്രയും ഇപ്പൊ ഉയർന്നിട്ടുണ്ടെങ്കിൽ അവളെ താഴ്ത്തി കൊണ്ടുവന്നില്ലേ? എങ്ങനെ ഇവള് വൈറലായത്? അതേപോലെ തന്നെ ഇവളിപ്പോ എവിടെ എത്തി? ഇവളെ നാട്ടിൽ നിന്നാണ് ഇവളിപ്പോ പിടിച്ചിരിക്കുന്നത്, വടകരയെന്ന്. പിന്നെ എനിക്ക് വന്നതാണ് ശക്തമായി സഹോദരി പ്രതികരിച്ചെന്ന്. തീർച്ചയായും പ്രതികരിക്കാൻ ചെയ്യും. ഇനിയിപ്പോ ആരാണെങ്കിലും, എന്റെ സ്വന്തത്തിലുള്ളവർ ആണെങ്കിൽ പോലും പ്രതികരിക്കുക ചെയ്യും. മുസ്ലിം സമുദായം ഒന്നിന് അടിച്ചമർത്തുന്നില്ല, പ്രതികരിക്കുക ചെയ്യും. ഇവക്ക് ഒളിത്താവളം ഒരുക്കിയിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരില്ലേ, അവരെയും കൂടി കൂട്ടുപ്രതിയാക്കണം. അതിനുള്ള നടപടിയും കൂടി ചെയ്യണം. തീർച്ചയായും നമ്മ ജാതി മതം എന്നൊന്നുമില്ല. ആ ഒരു സഹോദരന്റെ ആ ഒരു എന്താ പറയുക, ഇപ്പം ഗണേഷ് കുമാർ തന്നെ പറയുന്നുണ്ട്, വളരെ വേദനയായിപ്പോയ ഒരു സംഭവമായിരുന്നു. ആ ഒരു സ്ത്രീ ചിരിച്ചോണ്ടാണ് അവിടെ ഓരോ പിന്നെ മുലയുരച്ചപ്പോൾ അവൾ ഒരു രൂപത്തിലും പ്രതികരിക്കുന്നില്ല, ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കുന്നില്ല. ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവൾ എഡിറ്റ് ചെയ്തതാണ് അത് എന്ന്. റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി ഫുൾ ഫിനിഷ്. റീൽ എടുക്കുമ്പോഴും ചിരിച്ചോണ്ടാണ് ചെയ്യുന്നത്. ഒരു മുഖത്ത് ഒരു അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, ഒരു ദേഷ്യം, അതൊന്നും ഇല്ല. എങ്ങനെയെങ്കിലും എനിക്ക് വൈറലാവണം ആ ഒരു ചിന്തയിൽ. നീ ഇപ്പൊ നന്നായിട്ട് വൈറലായില്ലേ? കാനഡയിലേക്ക് വരെ ഈ ഒരു വാർത്ത പോയി എന്ന് പറയുമ്പോ നീ ലോകം കീഴടക്കിയ എന്താ പറയാ ഒരു വനിത, എന്താ പറയാ ഒരു വനിത. അരച്ചിട്ട് തുപ്പാനാണ് തോന്നുന്നത്, തുപ്പാൻ. ഈ വിഷയത്തിൽ മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചു വരുന്നത് എന്നത് ആശ്വാസകരമാണ്. കാരണം അവനവന്റെ വീടുകളിലും ഇതുപോലെ ഷിംജിതമാര് കാരണം ഫ്രസ്ട്രേഷൻസ് അനുഭവിച്ചിട്ട് ഒരാളും തൂങ്ങിയാടാതിരിക്കാൻ, മക്കളും സഹോദരങ്ങളും പിതാക്കന്മാരും ആരും തൂങ്ങിയാടാതിരിക്കാൻ നല്ല പുളിച്ച തെറിയുമായിട്ടാണ് മുസ്ലിം സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുള്ളത്. മയിര് അങ്ങനെ തന്നെ വിളിക്കണം നിന്നെ. എടി മയിര് അങ്ങനെ തന്നെ വിളിക്കണം നിന്നെ. നീ ഇത്രയും നേരം ഞാൻ ഈ സമയം വരെ നോക്കുന്നത് വരെ നീ അത് പബ്ലിക് അക്കൗണ്ട് ആയിരുന്നു. അത് ഞാനിപ്പോ നോക്കിയ സമയത്ത് അതങ്ങ് പ്രൈവറ്റ് അക്കൗണ്ടായി. ഈ ദീപക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഇല്ലാത്ത കള്ളപ്രചരണം നടത്തി ലൈംഗിക അതിക്രമം ചെയ്ത് നിന്റെ എവിടെയോ തട്ടിയെന്നും മുട്ടിയെന്നും വ്യാജേന നീ വീഡിയോ ഇട്ട് പബ്ലിക്കിൽ ഇട്ടുകൊടുത്ത് അദ്ദേഹത്തിനെ കൊല്ലിച്ച്. ഇതിൽ കൂടുതൽ നിനക്ക് ഇനി എന്തോ വേണം? നിനക്ക് റീച്ച് വേണോ? അതേ നിനക്ക് പബ്ലിസിറ്റി വേണോ? അതേ ഇനി വേറെ എന്തെങ്കിലും വേണോ? നീ അതിനകത്ത് എന്തോ പറഞ്ഞത്? നിന്റെ ആ എക്സ്പ്ലനേഷൻ വീഡിയോ ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഒന്ന് കണ്ടത്.
എന്തായാലും നന്നായിട്ടുണ്ട്. അത് ചെയ്തത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പൊന്നു മോളെ. അങ്ങോട്ട് കൊണ്ടുവച്ച് മുട്ടിച്ച് കൊടുത്തിട്ട് അതിൽ റീച്ച് ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇറങ്ങി ഓടി. എന്തൊക്കെയാണ് നീ പറയുന്നത്? ഇവളെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതിന് കേസ് എടുത്താൽ പോലും ഇതൊക്കെ എത്ര നാളകത്ത് കിടക്കുമെന്നും ഇതൊക്കെ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ ഊരി പോകുമെന്നും ഇനി കണ്ടു തന്നെ അറിയാം. ഇവളുടെ അക്കൗണ്ടേ ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴാ കണ്ടത് പബ്ലിക്കിലായിരുന്നത്, ഇപ്പൊ പ്രൈവറ്റ് ആയേക്കുന്നത്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാമേ. കാരണം അതിനകത്ത് പോയ ആളുകൾ പൂരെ തെറി വിളിക്കുക, അതുകൊണ്ട് ആൾ അവിടെ നിന്ന് പ്രൈവറ്റ് ആക്കി. ഇനി ഈ റീൽസോളിക്ക് റീച്ചിന്റെ പേരും പറഞ്ഞിട്ട് വരേണ്ടി വരില്ല.